ഗുരുദേവ്, അങ്ങ് മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഈ മന്ത്രം നമ്മളെ ജഗത്തിന്റെ മൃത്യുയിൽ നിന്നും രക്ഷിക്കുമോ, അതോ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി നൽകുമോ? മഹാമൃത്യുഞ്ജയ മന്ത്രജപം എന്നാൽ മരണത്തിന്മേലുള്ള വിജയമാണ്. ആരാണ് മരണത്തിൽ നിന്നും വിജയിച്ചിട്ടുള്ളത്? ശിവഭഗവാനാണ്. ഭഗവാൻ ശിവന്റെ മന്ത്രമാണ്. ഈ മന്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ത്രയംബകം എന്ന് വെച്ചാൽ തൃക്കണ്ണുള്ള ഭഗവാൻ. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം ഇതിനെക്കുറിച്ചുള്ള അറിവുള്ള ജ്ഞാനി. ഈ ചൈതന്യ ശക്തിയെ ഞാൻ പ്രണാമം ചെയ്യുന്നു. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. യജ് എന്ന് വെച്ചാൽ യോജിപ്പിക്കുന്നത്. എന്റെ ചുറ്റിലുമുള്ള ആ ചൈതന്യ ശക്തിയെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം ഇതിനെക്കുറിച്ചെല്ലാം അറിയുന്ന ചൈതന്യ ശക്തി, ആ ചൈതന്യ ശക്തിയുമായി ഞാൻ ചേരുന്നു. എന്തിനെന്നാൽ ആ ശക്തിയുമായി ചേർന്ന് കഴിഞ്ഞാൽ സുഗന്ധിം പുഷ്ടിവർദ്ധനം, ആ ശക്തി എന്റെ ശരീരത്തിന് ബലം നൽകുന്നു. ഗന്ധം എന്ന് വെച്ചാൽ വാസന. സുഗന്ധിം നല്ല വാസനകളെ നമ്മുടെ ഉള്ളിൽ ഉദ്ധരിക്കുന്നു. ഇതുമൂലം ഉള്ളിലുള്ള ക്ലേശം, രോഗം എല്ലാം തന്നെ ഇല്ലാണ്ടാകുന്നു. പുഷ്ടി എന്നാൽ നമുക്ക് ശക്തി നൽകുന്നു, ബലം ഉണ്ടാകുന്നു. വർദ്ധനം എന്ന് വെച്ചാൽ ഇരട്ടിയാകുന്നു. ഉർവാരുകമിവ ബന്ധനാത് മൃത്യൂർ മുക്ഷീയമാമൃതാത്. ബന്ധനത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു. ഉർവാരുകമിവ ബന്ധനാത്, ബന്ധനത്തിൽ നിന്ന് കഷ്ടപ്പെട്ടല്ല മുക്തി കിട്ടുന്നത്. ബന്ധനത്തിൽ നിന്ന് തനിയെ സ്വാതന്ത്ര്യം നേടുന്നു. ബന്ധനത്തിൽ നമുക്ക് രസം തോന്നുന്നില്ല എങ്കിൽ ബന്ധനം തനിയെ ഇല്ലാണ്ടാകും. കുട്ടികളിലുള്ള ആഗ്രഹം, പൈസയിലുള്ള ആഗ്രഹം, ഇതെല്ലാം നമ്മളെ ബന്ധനസ്ഥരാക്കും. ഇതിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഈശ്വരനെ നമ്മളെ മുക്തരാക്കാൻ സാധിക്കുകയുള്ളൂ. ഉർവാരുകമിവ, അങ്ങ് ദയവ് ചെയ്ത് എന്നെ ഈ ബന്ധനത്തിൽ നിന്നും മുക്തി നൽകൂ. പഴുത്ത വെള്ളരി തണ്ടിൽ നിന്നും തനിയെ താഴെ വീഴുന്നത് പോലെ. മൃത്യൂർ മോക്ഷീയമാമൃതാത്, മരണചക്രത്തിൽ നിന്നും എന്നെ മുക്തയാക്കൂ. ഇതാണ് മൃത്യുഞ്ജയ മന്ത്രം. വെള്ളരി പഴുത്ത് കഴിഞ്ഞാൽ തനിയെ തണ്ടിൽ നിന്നും വിട്ട് താഴെ വീഴുന്നു എന്ന പോലെ എന്നെയും പ്രാപ്തയാക്കൂ. മൃത്യു എന്ന ചക്രത്തിൽ നിന്നും മുക്തി കിട്ടുവാൻ. എനിക്ക് മരണമില്ല, ഞാൻ അജയ്യനാണ്. ഈ ജ്ഞാനം എന്നിലേക്ക് സ്വായത്തമാക്കൂ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഫലം നൽകുന്ന മന്ത്രമാണ്. വളരെ ശക്തിമത്തായ മന്ത്രവും